കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോകാൻ, നല്ല സൗന്ദര്യവതിയായിട്ട് പോകാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അതിന് നമ്മൾ നല്ല പൈസ മുടക്കി തന്നെ നമ്മൾ പാർലറിൽ പോയി ഗോൾഡൻ ബ്ലീച്ചൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഗോൾഡൻ ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല എഫക്റ്റായിട്ടുള്ള ഒരു ബ്ലീച്ച് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ ഈ ഒരു ബ്ലീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. നമുക്ക് 1 രൂപ പോലും ചിലവാവില്ല. നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ബ്ലീച്ച് തയ്യാറാക്കുന്നതിന്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി അമർത്തുമ്പോൾ നിങ്ങളിലേക്ക് 3 ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്ലീച്ചിനെ കുറിച്ചാണ്. അത് ഗോൾഡൻ ബ്ലീച്ച് തന്നെയാണ്. കാരണം എല്ലാവരും ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഗോൾഡൻ ബ്ലീച്ച് തന്നെയാണ്. എന്നാൽ തന്നെ നമ്മുടെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ടും നമുക്ക് കിട്ടും. നാച്ചുറൽ കാര്യമാകുമ്പോൾ പലരും വിചാരിക്കും നമ്മൾ സാധാരണ കെമിക്കൽ ചെയ്യുന്ന അതേ റിസൾട്ട് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതിനെക്കാട്ടിലും നമ്മൾ കെമിക്കൽ ചെയ്യുന്നതിനെക്കാട്ടിലും റിസൾട്ട് കിട്ടുകയും അത് കുറേയധികം ദിവസങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് നിലനിർത്താനും കൂടി സാധിക്കും. നമ്മൾ കെമിക്കൽ പരമായിട്ടുള്ള ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് പല രീതിയിലും ഉണ്ടാകുന്ന ഡാമേജ് വരാൻ ഇടയാകും. പക്ഷേ എന്നാൽ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ആ ഒരു ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു രീതിയിലും ഡാമേജ് വരിക പോലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ടുള്ള ഗോൾഡൻ ബ്ലീച്ച് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും നിങ്ങൾ പാർലറിലോ പുറത്ത് പോയി മേടിച്ചുകൊണ്ട് വന്ന വീട്ടിലിരുന്ന് ബ്ലീച്ച് ചെയ്യുക പോലും ചെയ്യില്ല. നാച്ചുറലായിട്ടുള്ള ആ ഒരു ബ്ലീച്ച് മാത്രമേ നിങ്ങൾ ചെയ്യുകയുള്ളൂ. നമ്മൾ ഈ ഒരു ബ്ലീച്ച് റെഗുലർ മന്ത്ലി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ലൊരു വ്യത്യാസം കണ്ടെത്താനും കൂടി സാധിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ആക്കി നിർത്താനും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ആ ചുളിവുകളും ഒക്കെ മാറ്റി നല്ലൊരു സ്കിന്നാക്കി മാറ്റാനും കൂടി സാധിക്കും. ഈ ഒരു ബ്ലീച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിപ്പം ബ്ലീച്ചൊക്കെ ചെയ്യുന്നതിന് 15 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊട്ട് ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 1 രൂപ പോലും ചിലവില്ലാതെ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ബ്ലീച്ച് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതെന്ന് കണ്ടു നോക്കിയാലോ നമുക്ക്. ഗോൾഡൻ ബ്ലീച്ച് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. തൈര് വേണം. തൈര് ഞാനിവിടെ 1 സ്പൂൺ തൈരാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള കറി വെക്കുന്ന നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കും നല്ലത്. അതൊരു സ്പൂണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അളന്ന് വെച്ചിരിക്കുകയായിരുന്നു. 1 സ്പൂണുണ്ട്. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്ന വേറൊരു കാര്യം, നമ്മുടെ പുളി. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള പുളി തന്നെയാണ് വേണ്ടത്. പിഴുപുളി പലയിടത്തും പല രീതിയിലായിരിക്കും പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പിഴുപുളി എന്നാണ് പറയുന്നത്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് അത് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമുക്കിതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ. അതായത് 1 സ്പൂൺ വേണ്ട, ഇതൊരു 1/2 സ്പൂൺ ഉണ്ട്. ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 സ്പൂൺ നിങ്ങളെ കാണിച്ചു തരാം. ഈ 1/2 സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന സംഭവം, നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ബ്ലീച്ച് ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം തന്നെ നമുക്ക് ലെമണാണ്. ലെമൺ നമുക്കൊരു ബ്ലീച്ച് എഫക്റ്റ് നമ്മുടെ ഫേസിന് തരാനായിട്ട് സാധിക്കും. ഒരു 1/2 മുറി ലെമണാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ വലിയ ലെമൺ ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത്. ഈ 1/2 മുറി നമുക്ക് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 മുറി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പൂൺ അളവ് കണ്ടോ, ഈ ഒരു സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുൾട്ടാണി മിൽട്ടി, അതായത് 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുൾട്ടാണി മിട്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. നമ്മുടെ ഫേസിൽ നിന്ന് താഴേക്ക് പോകാത്ത രീതിയിലായിട്ട് നമുക്ക് ഒരു ക്രീം പരുവത്തിലായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് നമ്മുടെ ചർമ്മത്തിന് ഒരു പ്രോബ്ലവും ഉണ്ടാക്കില്ല. നമ്മൾ കെമിക്കലായിട്ട് മേടിച്ച് ചെയ്യുന്ന ബ്ലീച്ചിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ട് കിട്ടുകയും സ്കിൻ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും കൂടി സാധിക്കുകയും കൂടി ചെയ്യും. കണ്ടല്ലോ, നമ്മുടെ ബ്ലീച്ച് ക്രീം അങ്ങനെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. കാരണം അധികം നേരം പുറത്ത് വെക്കാൻ പാടില്ല. കാരണം ബ്ലീച്ച് നമ്മൾ തയ്യാറാക്കി ഫേസിൽ പെട്ടെന്ന് തന്നെ ഇട്ടാലേ ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്ലീച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പശുവിൻ പാലാണ്. നിങ്ങൾക്ക് പശുവിൻ പാലില്ല എങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് പാൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത് പിന്നെ ഒരു കോട്ടനും കൂടി വേണം. കോട്ടനെയും മുക്കിയിട്ടാണ് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുന്നത്. നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഫേസ് ഫുള്ളായിട്ട് തേച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. കാരണം നമുക്ക് ഫേസിൽ നിന്ന് ഫുള്ളായിട്ട് അഴുക്ക് മൊത്തവും മാറണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബ്ലീച്ച് ചെയ്തിട്ടും ഒന്നും തന്നെ നമുക്കൊരു പ്രയോജനവും കിട്ടില്ല. അതുകൊണ്ട് ഫേസ് ക്ലെൻസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ പാടുള്ളൂ. ബ്ലീച്ച് തന്നെ ആയാലും ഫേഷ്യൽ തന്നെ ആയാലും ക്ലെൻസ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടാനും കൂടി നമുക്ക് സാധിക്കും. നമ്മൾ അഴുക്കിരുന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു റിസൾട്ടും നമുക്ക് കിട്ടുകയില്ല. നമുക്ക് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതാ ഇത് കണ്ടോ, അഴുക്കുണ്ടോ? അതിൻ്റെ ബാക്ക് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഫേസിൽ നിന്ന് മൊത്തം തുടച്ച് മാറ്റാം. നമ്മുടെ കണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന ഈ കറുത്ത ഒരു പാടുണ്ട്, കറുത്ത ഇതൊക്കെ മാറ്റാനും കൂടി നമുക്ക് മിൽക്ക് കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ഫേസ് അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഇതേപോലെ മിൽക്ക് ഉപയോഗിച്ച് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ഈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഫേസ് ഒന്ന് സോഫ്റ്റ് ആവുകയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ചുമ്മാതിരിക്കുന്ന സമയത്തൊക്കെ ഒന്നും ഇടാത്ത സമയത്തൊക്കെ ഫേസിനകത്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ക്ലെൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസിന് ക്ലെൻസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മിൽക്ക് ആയിരിക്കുമെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഫേസ് കൂളാവുകയും കൂടി ചെയ്യും. കാരണം നമ്മുടെ ഫേസ് നമ്മളെപ്പോഴും പല കാര്യങ്ങളും ചെയ്ത് ഫേസ് വളരെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും. അതിനൊക്കെ ഒരു പ്രൊട്ടക്റ്റ് എന്ന നിലയിൽ നമുക്ക് മിൽക്ക് വളരെയധികം നമ്മുടെ ഫേസിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും കൂടി സാധിക്കും. നമുക്ക് നമ്മുടെ ഫേസിൽ നിന്ന് നമ്മുടെ ക്ലെൻസൊക്കെ തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നമ്മുടെ നമ്മുടെ ഗോൾഡൻ ബ്ലീച്ച് തയ്യാറായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. താഴേന്ന് വേണം നമ്മൾ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. താഴേന്ന് മുകളിലേക്കായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫേസ് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് ഫേസിൽ വെക്കണം. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ ഒന്നും തന്നെ ഇടാൻ പാടില്ല. സോപ്പോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് 3 ദിവസത്തേക്ക്. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചെയ്ത ബ്ലീച്ചിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഫേസിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഒരു രീതിയിലും കിട്ടില്ല. സോപ്പായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരം സംഭവങ്ങൾ, അതായത് ഫേസ് വാഷ്, നമ്മൾ കടലമാവ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യാറില്ലയോ, അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഫേസിൽ നിന്ന് ഞാനെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാൻ തന്നെ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം റിസൾട്ട് നൽകുന്ന ഒരു ബ്ലീച്ച് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഒരു ബ്ലീച്ച് റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ബ്ലീച്ചിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ ബ്ലീച്ച് ചെയ്യുന്നതൊക്കെ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള ഒരു ബ്ലീച്ച് തന്നെയാണ്. അതിന് ശേഷം 3 ഡേയ്സ് നമ്മൾ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത്. നമ്മുടെ സ്കിന്നിന് ആ ഒരു ബ്ലീച്ച് ഇരുന്ന് സ്കിന്നിനകത്തേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ സ്കിന്നിന് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നിന്ന് നമ്മൾ ചെയ്ത ആ ഒരു ബ്ലീച്ച് പോവുകയും കൂടി ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പം പുറത്ത് പോയി നിന്ന് മേടിച്ച് ചെയ്യുന്ന ബ്ലീച്ച് ആണെങ്കിൽ തന്നെയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അത് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. പാർലറിൽ പോയി ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞു കൊടുക്കും, നിങ്ങളൊരു കാരണവശാലും
3 ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് സോപ്പ് ഉപയോഗിച്ച്, നിങ്ങളല്ലാതെ നമ്മുടെ പച്ചവെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ചോ ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. പക്ഷേ അല്ലാതെ സോപ്പ് 3 ദിവസത്തിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം. കാരണം ഇത് എഫക്റ്റ് നൽകുന്ന ഒരു ബ്ലീച്ച് തന്നെയാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലീച്ചൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിലൂടെ. തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കൂടി ഈ അറിവുകൾ കണ്ട് മനസ്സിലാക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.